കേരള തീരത്ത് അപകടകരമായ വസ്തുക്കൾ എന്ന മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി കപ്പലിൽ നിന്ന് കടലിൽ വീണ അപകടകരമായ വസ്തുക്കൾ തീരത്തേക്ക് അടിയാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ് വരുന്നത്. അനന്തരഷം വിവരങ്ങൾ വേണ്ട. അനന്തൻ, എന്താണ് അങ്ങനെ ഇത്രയേറെ അപകടകരമായ വസ്തുക്കൾ എന്ന് പറയാൻ? ഏത് ഭാഗത്ത് ഏത് മേഖലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്? എന്തൊക്കെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്? ദിവിഷ്, അത്യന്തം ജാഗ്രതയോടെ കേൾക്കേണ്ട ഒരു വാർത്തയാണിത്. മാത്രമല്ല, ദുരന്ത നിവാരണ അതോറിറ്റി അത്രയും ഗൗരവത്തോടെയുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കേരള തീരത്ത് അപകടകരമായ കണ്ടെയ്നറുകൾ, അപകടകരമായ വസ്തുക്കൾ ഉൾപ്പെട്ട കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ട്. ഇത്തരം വസ്തുക്കൾ കണ്ടാൽ ഒരു കാരണവശാലും പൊതുജനങ്ങൾ ആ വസ്തുക്കളിൽ സ്പർശിക്കുകയോ അതിനടുത്തേക്ക് പോവുകയോ ചെയ്യരുത്. അത് ഉടൻ തന്നെ സമീപത്തെ പോലീസ് സ്റ്റേഷനിലോ അതല്ലെങ്കിൽ 112 എന്ന നമ്പറിലോ അറിയിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി പുറത്തിറക്കിയ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇങ്ങനൊരു അപകടകരമായ കണ്ടെയ്നറുകൾ വരാൻ കാരണം അറബിക്കടലിന്റെ ഉൾഭാഗത്തുകൂടി കടന്നുപോയ ഒരു കപ്പലിൽ നിന്ന് നിരവധി കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ അപകടങ്ങൾക്ക് സാധ്യതയുള്ള വസ്തുക്കളാണ് എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശങ്ങളിൽ അടിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡാണ് ദുരന്ത നിവാരണ അതോറിറ്റിയെ ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അപൂർവമായ ഏതെങ്കിലും വസ്തുക്കൾ കടൽ തീരത്ത് കണ്ടു കഴിഞ്ഞാൽ അതിനടുത്തേക്ക്, പ്രത്യേകിച്ച് ബീച്ചുകളിലും മത്സ്യത്തൊഴിലാളികൾ കഴിയുന്ന സ്ഥലങ്ങളിലുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, അതുപോലെ കടലിൽ ജോലി ചെയ്യാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ സമീപത്തേക്ക് ഒരു കാരണവശാലും പോകരുത്. അത് ഉടൻ തന്നെ 112 എന്ന നമ്പറിൽ അറിയിക്കുക, അതല്ലെങ്കിൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിലോ തൊട്ടടുത്ത കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നൽകുന്നത്. ആ കണ്ടെയ്നറുകളിൽ എന്താണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അത് സംബന്ധിച്ച് കോസ്റ്റ് ഗാർഡ് ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. പക്ഷേ കോസ്റ്റ് ഗാർഡ് പരിശോധിക്കുന്നുണ്ട്. അവർക്കത് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ളിൽ എന്ത് വസ്തുവാണ് എന്നറിയാൻ പറ്റൂ. പക്ഷേ അതിനുള്ളിൽ വലിയ അപകട സാധ്യതയുള്ള വസ്തുക്കളാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എണ്ണയടക്കം ഉണ്ട് എന്നാണ് പറയുന്നത്. എണ്ണപ്പാടങ്ങൾ കടൽക്ഷോഭം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അപകടമുണ്ടായതാണോ, എങ്ങനെയാണ് ഈ സാധനങ്ങൾ കടലിലേക്ക് പതിച്ചത്? ഇത് ഇത്രയും കാസർഗോഡ് വരെയുള്ള ഏരിയയിലേക്ക് ഇത് വരണമെങ്കിൽ വലിയ അപകടകരമായ സാഹചര്യമാണല്ലോ. അപ്പോൾ എന്താണ് സൂചന നൽകുന്നത്? സർക്കാർ തലത്തിലൊക്കെ ഇതിന്റെ കൂടിയാലോചനകൾ നടക്കുകയാണോ? എന്ത് മുൻകരുതലുകൾ തീരപ്രദേശത്തുള്ളവർ കൈക്കൊള്ളണം? തീരപ്രദേശത്തെമ്പാടും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കോസ്റ്റൽ പോലീസ് അലർട്ടാണ്. അതുപോലെ തന്നെ തീരദേശങ്ങളിലുള്ള പോലീസ് സ്റ്റേഷനുകളിലും അലർട്ടാണ്. ഇതിനുള്ളിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കോസ്റ്റ് ഗാർഡാണ് ഇങ്ങനൊരു അറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിവേഗം ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി സെക്രട്ടറി തന്നെ ശബ്ദ സന്ദേശത്തിൽ ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത് ഏതെങ്കിലും കപ്പൽ അപകടത്തിൽപ്പെട്ടതാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ആ കപ്പലിൽ നിന്ന് ചില കണ്ടെയ്നറുകൾ ഉൾക്കടലിൽ വീണിട്ടുണ്ട്. അത് തീരത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല, തീരപ്രദേശങ്ങളിൽ എണ്ണപ്പാടകൾ രൂപപ്പെടാനുള്ള സാധ്യതയും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എണ്ണപ്പാടകൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ വള്ളവുമായിട്ട് അതിന് അടുത്തേക്ക് പോവുകയോ അതല്ലെങ്കിൽ ബീച്ചിലുള്ളവർ അല്ലെങ്കിൽ കടൽ തീരങ്ങളിലുള്ളവർ ആ എണ്ണപ്പാടകൾ കണ്ട് അവിടേക്ക് കൗതുകപൂർവ്വം പോവുകയോ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്രയും അപകടകരമായ വസ്തുക്കൾ ആ കണ്ടെയ്നറുകളിൽ ഉണ്ട് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ആ വസ്തുക്കൾ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് കോസ്റ്റ് ഗാർഡ്. അവർ പറയുന്നത്, ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്, ഇതിന്റെ എന്തെങ്കിലും ഒരു എലമെന്റ്സ് കോസ്റ്റ് ഗാർഡ് ശേഖരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ളിൽ എന്ത് വസ്തുവാണ് എന്നറിയാൻ കഴിയൂ. ഒരുപക്ഷെ കപ്പലിൽ നിന്ന് ഇത് പുറത്തു പോയി കഴിഞ്ഞപ്പോൾ കപ്പൽ ജീവനക്കാർ തന്നെയാകും കോസ്റ്റ് ഗാർഡിനെ വലിയ അപകടം പിടിച്ച സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറുകൾ കടലിൽ പോയിട്ടുണ്ട്, ഇത് അടിയാൻ സാധ്യതയുള്ള തീരപ്രദേശത്ത് നിർദ്ദേശം നൽകണം എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിരിക്കുക. അതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഗൗരവമുള്ള ലഭ്യമായിട്ടുള്ള ഒരേ ഒരു ചിത്രമാണ്. അത് ഈ കപ്പലിൽ നിന്ന് തന്നെ എടുത്താണോ മറ്റേതെങ്കിലും കപ്പലിലോ ബോട്ടിൽ നിന്നോ പകർത്തിയതാണോ എന്നറിയില്ല. ഇപ്പോ ഇത്രയേറെ ഒരു അപകട സാധ്യതയെങ്കിൽ വല്ല സ്ഫോടക വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും നിയമപരമായ നിലയിൽ കൊണ്ടുപോകുന്നത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? സ്ഫോടക വസ്തുക്കളെന്നും പറയുന്നില്ല. എണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതുമാത്രമല്ല, എണ്ണപ്പാടകൾ കടലിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഇനി ഇന്ധനം വല്ലതാണോ? അതല്ല. സാധാരണ ഇന്ധനമാണെങ്കിൽ ഇത്രയും വലിയ അപകട മുന്നറിയിപ്പ് നൽകാറില്ല. അപ്പോൾ നമ്മൾ ഭയക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങൾ അടുത്ത് പോകാൻ ഭയപ്പെടേണ്ട സാമഗ്രികൾ ആ കണ്ടെയ്നറിനുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത്രയും ഗൗരവത്തോടെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് വേഗത്തിൽ എത്താൻ വേണ്ടിയാണ് ശേഖർ കുര്യാക്കോസ് ശബ്ദ സന്ദേശ രൂപേണ ഈ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും എല്ലാ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനുകളിലും എല്ലാ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം
നൽകിയിട്ടുണ്ട്, ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെയൊക്കെ ഈ ശബ്ദ സന്ദേശം അവിടുത്തെ ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ച് കടലോര ഗ്രാമങ്ങളിലൊക്കെയുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദിവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന ചില വസ്തുക്കൾ അതുമാത്രമാണ് നമുക്കിത് സംബന്ധിച്ചുള്ള ദൃശ്യപരമായ തെളിവുള്ളത്. ഇത് കോസ്റ്റ് ഗാർഡ്, ഒരുപക്ഷെ കോസ്റ്റ് ഗാർഡോ അതല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ട കപ്പലിലെ ജീവനക്കാരോ പകർത്തി കോസ്റ്റ് ഗാർഡിന് നൽകിയ ഒരു ചിത്രമായിരിക്കും. ഈ ചിത്രം ഔദ്യോഗികമായി തന്നെയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കടലിൽ കിടക്കുന്ന എന്തായാലും ശേഖർ കുര്യാക്കോസിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ തലവനായ അദ്ദേഹത്തിന്റെ ആ ശബ്ദ സന്ദേശം തന്നെ കേൾക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേൾക്കാം.